നമസ്കാരം. ടാൻഡം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട LSS മെയിൻസിൻ്റെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഗവേണൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവേണൻസിൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ MISൻ്റെ ഒരു ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തു. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് MISൻ്റെ ഉപയോഗം, ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചും അതോടൊപ്പം പിന്നെ സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ പറഞ്ഞു. അതൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് ഒരു MISൻ്റെ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ, ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഈ രീതിയിലാണ് വരുന്നത്. അതായത് നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത് ഡാറ്റയാണ്. ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ രണ്ട് മെത്തേഡുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് മാനുവലായിട്ട് അവരെ നമ്മുടെ ഉദ്യോഗസ്ഥനോ ആരെങ്കിലും പോയിട്ട് അവരോട് എഴുതി വാങ്ങിയിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് വരാം. അതല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് വഴിയോ മറ്റോ അവർക്ക് തന്നെ ഓൺലൈനായിട്ടോ മറ്റും ഡാറ്റ ഫീഡ് ചെയ്യാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഏതായാലും നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് കളക്ട് ചെയ്യുന്നത് ഡാറ്റയാണ്. ഈ ഡാറ്റ നമ്മുടെ MISലേക്ക് അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി അത് ഒരു ഇൻഫർമേഷനായി മാറി. എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയാം. അതായത് പ്രോസസ്സ് ചെയ്ത ഡാറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയാം. ഇൻഫർമേഷൻ ഒരു ഡാറ്റയാണ്. ആ ഡാറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് അത് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ പ്രോസസ്സ് ചെയ്യപ്പെടാത്തതായിരിക്കും ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു, അത് MISലേക്ക് ഫീഡ് ചെയ്തു, അതോടുകൂടി അതൊരു ഇൻഫർമേഷനായി മാറി. ഈ ഇൻഫർമേഷൻ്റെ മേലിൽ ഫർദർ കമ്മ്യൂണിക്കേഷൻ നടത്തും. ഇപ്പോൾ നമ്മൾ ഗവേണൻസിൽ പറഞ്ഞിരുന്ന വ്യത്യസ്ത വ്യവഹാരങ്ങളുണ്ട്. ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു എംപ്ലോയി ഇൻട്രാക്ഷനൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇതിൽ നടക്കൽ ഈ രണ്ട് ഇൻട്രാക്ഷനാണ്. ഗവൺമെൻറ് ടു ഗവൺമെൻറ്റും ഗവൺമെൻറ് ടു എംപ്ലോയി ഇൻട്രാക്ഷനുമാണ് ഈ രീതിയിൽ നടക്കുക. അതായത് ഈ കളക്ട് ചെയ്ത ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഫീഡ് ചെയ്ത ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. സോ അങ്ങനെ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നു, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയമാണ്. അതായത് ഡാറ്റ വന്നു, ഡാറ്റ ഇൻഫർമേഷനാക്കി ഫീഡ് ചെയ്തു. ഈ ഫീഡ് ചെയ്ത ഇൻഫർമേഷൻ്റെ മേലിൽ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടന്നു, കമ്മ്യൂണിക്കേഷൻ നടന്നു. അതിനൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകും. ഇതാണ് ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു MISൻ്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 4 സ്റ്റെപ്പാണ്: ഡാറ്റ, ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ഈ ഡിസിഷൻ മേക്കിംഗ് തന്നെ ഒരുപാട് തലത്തിലേക്കൊക്കെ പോകും. പിന്നെ വലിയൊരു MIS ഒക്കെ ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് മിഷൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഘട്ടങ്ങൾ പിന്നെ നടക്കാനുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫൈനൽ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അത് പ്രയോറിറ്റി നിശ്ചയിച്ച് ഓരോ വർഷവും കുറച്ച് ആളുകൾക്ക് കൊടുത്തൊരു 5 വർഷം കൊണ്ടൊക്കെയാണ് അത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ ഘട്ടങ്ങളൊക്കെ ഈ MISൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ശേഷം വരുന്ന സംഭവങ്ങളാണ്. ഏതായിരുന്നാലും നമ്മൾ ബേസിക്കായിട്ട് പറയുമ്പോൾ ഈ ഒരു 5 ഘട്ടങ്ങളിലൂടെയാണ് ഒരു MISൻ്റെ പ്രവർത്തനം കടന്നു പോകുന്നത്. ഏതൊക്കെയായിരുന്നു 5 ഘട്ടം? ഡാറ്റ, ഇൻഫർമേഷൻ, ഫർദർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഡിസിഷൻ മേക്കിംഗ്. 4 ഘട്ടം. 5 ഘട്ടം എന്നാണ് ഞാൻ പറഞ്ഞത്, മാറിപ്പോയി. 4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ഡാറ്റ പ്രോസസ്സിങ് നടക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ MISൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് അബാക്കസ്. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി നടപ്പിലാക്കിയ, അല്ലെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററുമായിട്ട് ചേർന്നിട്ട് നടപ്പിലാക്കിയ ഒരു MIS സിസ്റ്റമാണ് അബാക്കസ് എന്ന് പറയുന്നത്. പേര് കേൾക്കാൻ തന്നെ രസമുണ്ടല്ലോ, അബാക്കസ്. ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന അബാക്കസിൻ്റെ പേരിലാണ് നമ്മൾ ഈ MIS ഉണ്ടാക്കിയിരിക്കുന്നത്. ആരാണ്? കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ MIS ഉണ്ടാക്കിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് ആരാണ്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ അഥവാ NIC ആണ്. ഈ NIC നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നേരത്തെ? നമ്മൾ നാഷണൽ ഗവേണൻസ് പ്ലാൻ പറഞ്ഞ സമയത്തും പറഞ്ഞിരുന്നു. അതോടൊപ്പം സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ പറഞ്ഞ സമയത്തും പറഞ്ഞിരുന്നു. ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ചെയ്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കാണണം. അതായത് നാഷണൽ ഗവേണൻസ് പ്ലാനിന് സാങ്കേതിക സഹായം നൽകുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററുകൾ
കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ NIC അഥവാ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററാണ്. ഇവിടെ കേരള വാട്ടർ അതോറിറ്റിയുടെ അബാക്കസ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഈ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററാണ്. എന്താണ് അബാക്കസ്? അബാക്കസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോം ആണ്. അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്, അബാക്കസിൻ്റെ പൂർണ്ണ രൂപം ഇപ്പം എന്താണ്? അഡ്വാൻസ്ഡ് ബില്ലിംഗ് ആൻഡ് കളക്ഷൻ യൂട്ടിലിറ്റി സിസ്റ്റം. അതാണ് അബാക്കസിൻ്റെ പൂർണ്ണ രൂപം. അതായത് എന്തിനു വേണ്ടിയാണ് ഈ അബാക്കസ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഏരിയയിൽ സേവനം കൊടുക്കേണ്ട ഒരു സ്ഥാപനമാണ്. അതായത് കേരളം മൊത്തം പരിധിയിൽ വരുന്ന ഒരു സപ്ലൈ ആണ്, വാട്ടർ സപ്ലൈ ആണ് ഇവർ കേരള വാട്ടർ അതോറിറ്റി നടക്കുന്നത്. ഓരോ ഗ്രാമങ്ങളിലും വാട്ടർ സപ്ലൈ ചെയ്യണം, അതിൻ്റെ മീറ്റർ റീഡിങ് നടത്തണം, ബില്ല് ജനറേറ്റ് ചെയ്യണം, ക്യാഷ് കളക്ട് ചെയ്യണം. അതിന് പുറമെ അതിൻ്റെ പരാതികൾ കേൾക്കണം, പരിഹരിക്കണം. ലീക്കേജ് അടക്കമുള്ള പരാതികൾ ഫീൽഡിൽ നിന്ന് വരുമ്പോൾ പരിഹരിക്കണം. ഒരു വലിയ പ്രോസസ്സ് ഒരു വാട്ടർ അതോറിറ്റിക്ക് ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയാണ് ഈ അബാക്കസ് എന്ന സോഫ്റ്റ്വെയർ, MIS ബേസ്ഡ് സോഫ്റ്റ്വെയർ ആര് ഡെവലപ്പ് ചെയ്തത്? നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഡെവലപ്പ് ചെയ്തത്. അപ്പം അബാക്കസ് എന്ന് കേട്ടാൽ അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ഓർമ്മ വരണം. കേരള വാട്ടർ അതോറിറ്റിയുടെ ബില്ലിംഗ് ആൻഡ് കളക്ഷൻ പ്രോസസ്സ് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അബാക്കസ്. അബാക്കസിൻ്റെ പൂർണ്ണ രൂപം ഒന്നുകൂടി ഒന്ന് പറയാം: അഡ്വാൻസ്ഡ് ബില്ലിംഗ് ആൻഡ് കളക്ഷൻ യൂട്ടിലിറ്റി സിസ്റ്റം. ക്ലിയർ ആയല്ലോ? ഇനി ഈ അബാക്കസ് കൊണ്ട് എന്തൊക്കെ പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ നോക്കണം. ഒന്ന്, അതിൻ്റെ ഓൺലൈൻ ട്രാക്കിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. ഈ കൺസ്യൂമറുടെ ഹിസ്റ്ററി ഓൺലൈനായിട്ട് പെട്ടെന്ന് പരിശോധിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ അബാക്കസ് കൊണ്ടുള്ള ഒരു നേട്ടം. അതായത് ഇപ്പോൾ ഒരു കൺസ്യൂമർ എന്നാണ് കണക്ഷൻ എടുത്തത്, എത്ര അളവിൽ വെള്ളം ഇതുവരെ ഉപയോഗിച്ചു, എന്നാണ് അവസാനമായിട്ട് ബില്ല് പേ ചെയ്തത്, എന്നാണ് ഇവർക്ക് അവസാനമായിട്ട് വാട്ടർ അതോറിറ്റി ബില്ല് കൊടുത്തത്, തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ, കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ, നമുക്ക് നല്ല കേരള വാട്ടർ അതോറിറ്റിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ അബാക്കസ് കൊണ്ടുള്ള ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നേട്ടമായിട്ട് പറയുന്നത് കളക്ഷൻ എൻഹാൻസ് ചെയ്തു എന്നാണ്. അതായത് കളക്ഷനിൽ ഗണ്യമായ വർധനമുണ്ടായി. അതായത് കൃത്യമായിട്ട് കണക്ക് ശേഖരിക്കാനും കൃത്യമായിട്ട് ബില്ല് കൊടുക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ഷൻ എടുക്കാനൊക്കെ പറ്റിയത് കൊണ്ട് തന്നെ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ കളക്ഷൻ ലഭിക്കാൻ അത് സഹായകമായി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ റവന്യൂ ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റി എന്നുള്ളതാണ് മറ്റൊരു നേട്ടമായിട്ട് പറയുന്നത്. പിന്നെ അൺഓതറൈസ്ഡ് കൺസംഷൻ, നമുക്കറിയാം എവിടെയും ഉണ്ടാവും അൺഓതറൈസ്ഡ് കൺസംഷൻ അല്ലേ. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ടാപ്പ് എന്താ പറയുക, ബില്ലടക്കാതെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മീറ്ററിന് കട്ട് ചെയ്തുകൊണ്ട് മീറ്ററിൻ്റെ ഇപ്പുറത്തു നിന്നൊക്കെ എടുക്കുക, അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ് ഈ അബാക്കസിൻ്റെ മറ്റൊരു നേട്ടമായിട്ട് പറയുന്നത്. പിന്നെ സപ്ലൈഡ് ബില്ലും പിന്നെ അവർ ഉപയോഗിച്ച ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റേഷ്യോ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഇനി ബില്ല് ചെയ്യാൻ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കി ബില്ല് കൊടുക്കാനും ഒക്കെ പറ്റി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് ഫെസിലിറ്റി ആഡ് ചെയ്തു. ഈ ഒരു MIS ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബില്ലടക്കാൻ, വാട്ടറിൻ്റെ ബില്ലടക്കാൻ നേരത്തെ ഒക്കെ നമ്മൾ KSEBിയിലെ പോലെ തന്നെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോയി ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബില്ലടക്കാൻ വേണ്ടി. ഇത് സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. കാരണം ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും, ഓഫീസ് ടൈമിന് വന്നിട്ട് ബില്ലടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ആ ഒരു സിസ്റ്റം മാറ്റി ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബില്ലടക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ വന്നതോടുകൂടി കൺസ്യൂമർമാരുടെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് കൂടി എന്നുള്ളതാണ്. കാരണം അവർക്ക് ബില്ലടക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമില്ലാത്ത കാര്യമായിട്ട് മാറുന്നുണ്ട് ഈ ഒരു MISന്റെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ കൂടി. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന, അതേപോലെ പരാതി പെട്ടെന്ന് കേൾക്കാനും അത് പരിഹരിക്കാനും ഒക്കെ MISലൂടെ ലഭിച്ചു എന്നും ഇതിനൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അബാക്കസ് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ അബാക്കസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് അബാക്കസ്? ബില്ലിംഗ് ആൻഡ് കളക്ഷന് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ്. NIC ആണ് അത് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അതിൻ്റെ നേട്ടങ്ങൾ ഓരോന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു MIS ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് തുലാന എന്ന് പറയുന്ന TULANA. അത് എന്താണ് പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല, തുലാനോ എന്നോ എന്ത് പറഞ്ഞാലും അത് കർണാടക സ്റ്റേറ്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു MIS സോഫ്റ്റ്വെയർ ആണ് തുലാന എന്ന് പറയുന്നത്.
ഡയറക്ടറേറ്റ് ഓഫ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റ് ഓഫ് കർണാടകയാണ് ഈ ഒരു തുലാന എന്ന് പറയുന്ന MIS ബേസ്ഡ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. കർണാടക ഡയറക്ടറേറ്റ് ഓഫ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ സിലബസിലെ രണ്ട് തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അർബൻ ഗവേണൻസിലും വരുന്ന ഒരു സംഭവമാണിത്. അതായത് ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മുനിസിപ്പാലിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർബൻ ഗവേണൻസിന്റെ കീഴിലൂടെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന തുലാന എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇത് സർവീസ് ബെഞ്ച് മാർക്കിങ്ങിനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത്. അതായത് കർണാടക സംസ്ഥാനത്തുള്ള വിവിധ അർബൻ ലോക്കൽ ബോഡികളുടെ പ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമാണ്, എത്രത്തോളം സർവീസ് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. അപ്പോൾ തുലാന എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ MIS ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. കർണാടക സംസ്ഥാനത്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഡയറക്ടറേറ്റ് ഓഫ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കർണാടക ഗവൺമെന്റിന്റെ ഡയറക്ടർ ഓഫ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? അതായത് അർബൻ ലോക്കൽ ബോഡികളുടെ പ്രവർത്തനം കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയും സേവനങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നുണ്ടോ, ഏതൊക്കെ ഭാഗങ്ങളിലാണ് സേവനങ്ങൾ ലഭിക്കാതെ പോകുന്നത്, എവിടെയാണ് ഇനി കുറവുള്ളത്, കർണാടക സംസ്ഥാനത്തിന് ചെയ്യാനുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണെന്നൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ തുലാന എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ അടക്കമുള്ള മൈസൂർ അടക്കമുള്ള വലിയ വലിയ സിറ്റികൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. ഈ കർണാടകയിലെ ഏതൊക്കെ ഏരിയകളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സേവനങ്ങൾ അപര്യാപ്തമായത്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് നേരിട്ട് ഇടപെട്ട് ചെയ്യേണ്ട പ്രവർത്തികൾ എന്തൊക്കെയുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു MIS സോഫ്റ്റ്വെയർ സഹായകമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ അബാക്കസ് പറഞ്ഞു, കർണാടക മുനിസിപ്പൽ ഡയറക്ടറേറ്റിന്റെ ഏത് പറഞ്ഞു, തുലാന പറഞ്ഞു. ഇനി അതേപോലെ മറ്റൊരു ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള MISനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേസ് സ്റ്റഡി ഓഫ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി ഓഫ് ബാംഗ്ലൂർ എന്ന് പറയുന്നുണ്ട്. അതായത് ബാംഗ്ലൂരിൽ വാട്ടർ സപ്ലൈയും അതേപോലെ സീവറേജ് സിസ്റ്റമും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു MISനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ബാംഗ്ലൂർ, നമ്മൾ നേരത്തെ കർണാടകയിലെ തുലാനയെ പറഞ്ഞു, അതേ കർണാടകയിൽ തന്നെയുള്ള ബാംഗ്ലൂർ പട്ടണത്തെ കുറിച്ച് നമുക്കറിയാം. അത് ഒരു വലിയ പട്ടണമാണ്, എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റി എന്നുള്ള പദവി ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മൾ അർബനൈസേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, റീസെന്റ് ആയിട്ട് രാജ്യസഭയിൽ ഒരു ബില്ല് വന്നിരുന്നു, പിന്നെ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സിലുള്ള റിഡക്ഷൻ ഞങ്ങൾ കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കർണാടകയിൽ നിന്നൊരു MP രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കുകയും ബാംഗ്ലൂർ ഇതുവരെ മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രി ആ ബില്ല് തള്ളിയതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അർബനൈസേഷൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്ര വലിയൊരു സിറ്റിയാണ്, എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റി എന്നുള്ള ഒരു ഡിക്ലെയർ ചെയ്യപ്പെടാത്ത ഒരു പ്രദേശമാണ് ബാംഗ്ലൂർ. അപ്പോൾ ഒരുപാട് ജനങ്ങളുള്ള വലിയൊരു ഹ്യൂജ് പോപ്പുലേഷൻ ഉള്ള ഒരു പട്ടണത്തെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ, അവിടെ മാലിന്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് അതേപോലെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബാംഗ്ലൂരിൽ ഈ MIS ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, 2 ലക്ഷ്യമാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. ഒന്ന് വാട്ടർ സപ്ലൈ ആണ്, മറ്റൊന്ന് സീവറേജ് സിസ്റ്റമാണ്. ക്ലിയർ ആയല്ലോ? കൂടുതലൊന്നും ആദ്യമൊന്നും പഠിക്കാനില്ല. ഈ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ് MIS ബാംഗ്ലൂർ കേസ് സ്റ്റഡി എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ, സീവറേജ് സിസ്റ്റം, വാട്ടർ സപ്ലൈയിലും സീവറേജ് സിസ്റ്റത്തിനുമാണ് ഈ MIS ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ MIS സോഫ്റ്റ്വെയറുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുമുള്ള അധികാരം നൽകിയിരിക്കുന്നത് NICക്കാണ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. നമ്മൾ നേരത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ അബാക്കസ് പറഞ്ഞിരുന്നു, ഇത് NIC ആണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ NICക്കാണ് ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ സപ്പോർട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരുപാട് പ്രോജക്റ്റുകൾ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ PDF നോട്ടിൽ അത് ഉൾപ്പെടുത്താം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ അബാക്കസ്, ബാംഗ്ലൂരിൻ്റെ
സിസ്റ്റം, അതേപോലെ കർണാടകയുടെ തുലാനയൊക്കെയാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയത് കൊണ്ടാണ് അതൊരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ PDF നോട്ട് ഉണ്ട്. നിങ്ങൾ സമയം പോലെ പൂർണ്ണമായിട്ടും വായിച്ചെടുക്കാൻ ശ്രമിക്കുക. PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ടെലഗ്രാം ചാനലിൽ അംഗമാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് അംഗമാവുക. അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.